ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞായറാഴ്ചത്തെ എപ്പിസോഡാണ്. ലാലേട്ടൻ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വരുന്നു. നിങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഗസ്റ്റ് നമ്മുടെ ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് വരുന്നു. അങ്ങനെ അസുഖമൊക്കെ മാറി ഷാനവാസ് ഇന്നലെ ഞായറാഴ്ച ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട്. ലാലേട്ടൻ ചോദിച്ചു കിച്ചൺ ടീമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഷാനവാസ് പറഞ്ഞു വൻ പരാജയമായിരുന്നു ലാലേട്ടൻ. വൻ പരാജയം എന്ന് വെച്ചാൽ വൻ പരാജയം. ഇവിടെ ഉള്ളവർക്ക് പണി എങ്ങനെ കൊടുക്കാമെന്ന് ആയിരുന്നു അവരുടെ വിചാരം. അങ്ങനെയാണ് ആ 3 ക്യാപ്റ്റന്മാരും കൂടി ചെയ്തത് എന്ന് ഷാനവാസ് പറഞ്ഞു. അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു. അനീഷും പറഞ്ഞു ഇത്രയും മോശപ്പെട്ട 3 ക്യാപ്റ്റന്മാർ ഈ ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഉള്ളത്. ഒരിക്കലും ഇതുപോലത്തെ ക്യാപ്റ്റന്മാർ വന്നിട്ടേയില്ല. ഇത്രയും പരാജയമുള്ള 3 എണ്ണത്തിന് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് നമ്മുടെ അനീഷ് പറഞ്ഞു. അനീഷ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിവിൻ ഓരോരുത്തരെ നുള്ളുക, അങ്ങോട്ട് ചോണ്ടുക, കേൾക്കാൻ പറയുന്ന കേട്ടില്ലേ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഓരോരുത്തരടുത്തായി ലാലേട്ടൻ ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നൂറ പറഞ്ഞു 3 പാഴ്മരങ്ങളായിരുന്നു ലാലേട്ട ഈ 3 ക്യാപ്റ്റന്മാരും, അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു എന്ന് നൂറ പറഞ്ഞു. അനുമോൾ പറഞ്ഞു ഈ 3 പേരെയും ഞങ്ങൾ ക്യാപ്റ്റനായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല ലാലേട്ട എന്ന് പറഞ്ഞു. ലാലേട്ട കിച്ചണിലെ പാത്രങ്ങളൊന്നും അനുമോളൊന്നും കഴുകുന്നില്ല എന്ന് അക്ബർ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അവിടെ പാത്രങ്ങളെല്ലാം കഴുകാതിരിക്കുന്നല്ലോ. അപ്പോൾ അനുമോൾ പറഞ്ഞ് അത് ഞങ്ങൾ വെച്ച് കഴിച്ച പാത്രങ്ങൾ ഞങ്ങൾ കഴുകുന്നുണ്ട്, ഞാനിവിടെ പാത്രം കഴുകിയിട്ടുണ്ടല്ലോ, കുറച്ച് പാത്രം ഇവിടെ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അനുമോൾ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അനുമോൾ ചെന്നപ്പോൾ ചോറ് ഒരു പാത്രത്തിൽ കുറേ ബാക്കിയിരിക്കുന്നു. അത് അനുമോളെടുത്ത് ലാലേട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു. കണ്ട ലാലേട്ട വെച്ച് തട്ടിക്കളയണം, ആഹാരത്തിന് ഒരു വിലയുമില്ല കളയുന്നതിന്, ഞങ്ങൾ പറഞ്ഞതാണ്, പറഞ്ഞാൽ കേൾക്കില്ലെന്ന് പറഞ്ഞ് അനുമോൾ അത് നല്ലതുപോലെ അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പ്രേക്ഷകർ വെളിയിരിക്കുന്നവർ നല്ലോണം കയ്യടിയായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ചോദിച്ചു ഇത്തവണ ജയിൽ നോമിനേഷൻ ഇരുന്നു ലാലേട്ട, ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന അനീഷാണ് റെക്കോർഡ് നേടിയത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അതേന്ന് പറഞ്ഞു. അനീഷ് ചിരിച്ചു. ഇത്തവണ നമുക്ക് ജയിൽ നോമിനേഷൻ ഇവിടെ നടത്താം, നിങ്ങൾ ഓരോരുത്തർ പറയാൻ പറഞ്ഞു. കൂടുതലും നിവിനെയും അക്ബറയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് അവരെ ഇന്ന് ജയിലിൽ അടയ്ക്കാം, ബിഗ് ബോസ് പറയും എന്ന് പറഞ്ഞു. ഇന്ന് എവിഷനിൽ ആര്യനാണ് പുറത്തു പോയത്. ആരും പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ ആര്യനല്ലായിരുന്നു പോകേണ്ടത്, നിവിനായിരുന്നു പോകേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിവിന് ബിഗ് ബോസ് ഒരാഴ്ചത്തേക്ക് കൂടി നിർത്തിയേക്കാണ്. എന്ന് വെച്ചാൽ അറക്കാൻ പോയ പോത്തിനെ നമ്മൾ നിർത്താറില്ലേ, കുറച്ച് ദിവസം കൂടി തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത്, അതുപോലെ നിവിനെ നിർത്തിയേക്കാണ്. ആര്യനെ പുറത്താക്കിയതാണ്. യഥാർത്ഥത്തിൽ അക്ബറാണ് പോകേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ ശകുനി എന്ന് പറയുന്നവൻ അക്ബറാണ്. പക്ഷേ ഇവന് കുറേ സപ്പോർട്ടുണ്ട്. അത് ബിഗ് ബോസിനകത്തുള്ളവരുടെ സപ്പോർട്ടാണ്, പുറത്ത് അത്ര സപ്പോർട്ടൊന്നും അവനില്ല. അവൻ ഏറ്റവും വലിയ ശകുനിയാണ്. ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയ കൃമി അക്ബറാണെന്ന് നമ്മുടെ ബാബു മോനും പറഞ്ഞ് ഷാനവാസും ലാലേട്ടൻ്റെ കൂടെ പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഈ അക്ബറാണെന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി അവന്മാരെ വശത്താക്കാൻ നോക്കുന്നത് നമ്മുടെ ബാബു മോനെ ആയിരിക്കും. ബാബു മോൻ അതിനകത്ത് വീണാൽ പോയി. ആര്യൻ പുറത്തേക്ക് പോകാൻ നേരത്ത് എല്ലാവർക്കും കൈ കൊടുത്ത്, അനുമോക്ക് മാത്രം കൈ കൊടുത്തു.